ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഗൈഡൻസ് മെസ്സേജ് എടുക്കാം ഇന്നത്തെ. നിങ്ങളെക്കുറിച്ച് ഓക്കെ, യൂണിവേഴ്സിൻ്റെ ഒരു എന്താ പറയുക, യൂണിവേഴ്സ് നിങ്ങളെക്കുറിച്ചൊരു ഒപ്പീനിയൻ യൂണിവേഴ്സിൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് നോക്കാം നിങ്ങളെക്കുറിച്ച്. ഓക്കെ, നല്ല ഒപ്പീനിയൻ ആണോ അതോ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊരു ഡിഫറെൻറ്റ് ഡെക്കാണ്. ശരിക്കും നമ്മുടെ കാർഡ്സ് ഒക്കെ തന്നെയാണ്. ഓക്കെ, പക്ഷെ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ട് ഇതിൽ മീനിങ്സും ഉണ്ട്, കുറച്ചൊക്കെ അത്യാവശ്യം കുറച്ച് മീനിങ്സും ഉണ്ട്, പിന്നെ കുറച്ച് ഓക്കെ ലെറ്റ്സ് സീ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡെക്കാണ്. നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. യൂണിവേഴ്സ് നിങ്ങളെക്കുറിച്ച് എന്താ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടോ, സപ്പോർട്ട് ഉണ്ടോ, നിങ്ങളെക്കുറിച്ച് എന്താ യൂണിവേഴ്സിൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് നമുക്ക് നോക്കാം. ഇത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുണ്ടാവും. ഞാൻ റിവേഴ്സ് എടുക്കില്ല. ഓക്കെ, ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ എടുക്കാം, പക്ഷെ തിരിഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ യൂണിവേഴ്സ് നിങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത്, നിങ്ങളുടെ എനർജിയെക്കുറിച്ച്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കാണുന്നത്. ടു ഓഫ് വാൻഡ്സ്, the Hierophant. സോറി, ഇതിനെങ്ങനെ വെക്കുന്ന എനിക്കും അറിയില്ല. ജസ്റ്റ് ട്രൈ ചെയ്യാം. ഓക്കെ, കിങ് ഓഫ് കപ്സ്, പേജ് ഓഫ് വാൻഡ്സ്, സിക്സ് ഓഫ് സോർഡ്സ്. മതി, ഇത്ര മതി അല്ലേ. ഇവിടെ ജഡ്ജ്മെന്റ് കാർഡ് ഉണ്ട്. ഓക്കെ, അവേക്കനിങ്ങിന്റെ കാർഡാണ്. ഓക്കെ, ഇവിടെ ശരിക്കും നിങ്ങളിപ്പോൾ ഗോ ത്രൂ ചെയ്യുന്ന സമയം, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ജഡ്ജ്മെൻ്റ് സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ജഡ്ജ്മെൻ്റ് അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ലൈഫിൽ ചില കർമ്മ എൻഡ് ചെയ്യുന്ന സമയമാണ്. ഓക്കെ, എൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ കർമ്മ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ ഏതെങ്കിലും ജന്മത്ത് ചെയ്ത കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഓക്കെ, അതിൻ്റെ ഒരു അത് തീർന്നു വരികയാണ്. ആക്ച്വലി കർമ്മ തീർന്നു വരുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വരികയാണ്, ഓക്കെ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തത് തെറ്റായിരുന്നു, ഇനി ഞാൻ അതിനെ മാറ്റിയെടുക്കണം എന്നുള്ള ചില റിയലൈസേഷൻസ് നിങ്ങൾക്ക് വരുന്ന സമയമാണ്. അതിപ്പോൾ നിങ്ങൾ ഈ ജന്മത്തെ ചെയ്ത കാര്യങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങൾ പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഞാനിത് എന്തിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ തോന്നിപ്പോകുന്നുണ്ടാവും. ഓക്കെ, ചില സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് നല്ലതല്ല എന്ന് നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് നല്ലതല്ല എന്നുള്ളത്. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷൻ അതിനെ നിങ്ങൾ വിട്ടുകളയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വിട്ടുകളയാൻ തയ്യാറാവുക, അതായത് മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ജഡ്ജ്മെൻ്റ് സമയമാണ്, അവേക്കനിങ്ങിൻ്റെ സമയമാണ്. നിങ്ങൾ ശരിക്കും നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയുന്ന ഒരു സമയമാണിപ്പോൾ. ഓക്കെ, ആൻഡ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണും ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ഇതൊരു കർമ്മ, പാസ്റ്റ് ലൈഫിൻ്റെ കർമ്മയുടെ കാര്യമാണ്. അല്ലെങ്കിൽ ഒരു നമ്മൾ ലൈഫ്, എനിക്ക് ഇത് കുറച്ച് കാർഡ്സ് ഇവിടെ കാണിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അതാണ് ഞാൻ കൈവച്ചിരിക്കുന്നത്. മാറ്റി വയ്ക്കാം ഇവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങളുടെ സമയം മാറി വരുന്നു എന്നാണ്. ഓക്കെ, പാസ്റ്റിലെ കാര്യങ്ങൾ ചിലപ്പോൾ ചിലത് എൻഡായിട്ട് വരുന്നു നിങ്ങൾക്ക്, ആൻഡ് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് ഒരു പുതിയ രീതിയിലേക്ക് നിങ്ങൾ മുന്നോട്ട് ലൈഫ് പോകാൻ തുടങ്ങുന്നു എന്നാണ്. ഓക്കെ, ഇവിടെ കർമ്മയെക്കുറിച്ചുണ്ട്. ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ഈവൻസ്, അഡ്വാൻസ്മെന്റ്, ഡെസ്റ്റിനി, ഫോർച്യൂൺ, പ്രോഗ്രസ്, ഗുഡ് ലക്ക്, കർമ്മ, ലൈഫ് സൈക്കിൾ, ഡെസ്റ്റിനി, ടേണിംഗ് പോയിന്റ്. യെസ്, നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റിലെത്തി നിൽക്കുകയാണ് നിങ്ങൾ. ഇവിടെ ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പം എന്ന് വെച്ചാൽ ജഡ്ജ്മെന്റ് എപ്പോഴാണ് വരിക എന്ന് വെച്ചാൽ ജഡ്ജ്മെന്റ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ രണ്ടും അടുത്തടുത്ത് വന്നിരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ലൈഫിൽ ഒരുപാട് തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരേ ടൈപ്പ് വ്യക്തികളെ നിങ്ങൾ ലൈഫിൽ എന്റർടൈൻ ചെയ്യുക, അതായത് നിങ്ങളെ വേദനിപ്പിക്കുന്ന വ്യക്തികൾ നിങ്ങൾ മാപ്പ് കൊടുക്കുക, അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുക, നിങ്ങൾ അവരെ വീണ്ടും വീണ്ടും അവസരം കൊടുത്ത് നിൽക്കാം. ചില കാര്യങ്ങൾ മേ ബി നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക ഒരുപാട്. ഓക്കെ, നിങ്ങൾ അവനവനെ കെയർ ചെയ്യാതിരിക്കുക, അവനവൻ്റെ ഇഷ്ടങ്ങളെ മാറ്റി വയ്ക്കുക, അവനവൻ നമ്മളുടെ സോളിന് നിരക്കാത്തത്, അതായത് എൻ്റെ ബുദ്ധിക്ക് നിരക്കാത്ത, എൻ്റെ ഒരു ഇഷ്ടത്തിന് നിരക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ അതിന് നിന്നു കൊടുക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിലത് സഹിച്ച് നിൽക്കുക, നിങ്ങളെ മിസ്ട്രീറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ, നിങ്ങളെ വേദനിപ്പിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ നിന്നു കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ അറിയാം. ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും കേട്ടോ. ഓക്കെ, പല ഇത് നമ്മളിവിടെ ഒന്നിച്ച് എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല, ഒരുപാട് കാര്യങ്ങൾ. ഇതും ഞാൻ വായിച്ചു തരാൻ വേണമെങ്കിൽ. അവേക്കനിങ്, റിന്യൂവൽ, റിജുവനേഷൻ, റീബർത്ത്, ഇംപ്രൂവ്മെന്റ്, പ്രൊമോഷൻ, അറ്റോൺമെന്റ്, ജഡ്ജ്മെന്റ്, ഇന്നർ കോളിംഗ്.
ഇത് മെയിൻലി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നല്ലതല്ലാത്ത കാര്യങ്ങളെ നിങ്ങൾ തിരിച്ചറിയാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി ഞാൻ ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ പാസ്റ്റിൽ ഇത്രയും കാലം നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ലൈഫ്, നിങ്ങൾ ഇപ്പോഴത്തെ ലൈഫിനെ നിങ്ങൾ ഇവിടെ നിന്നിട്ട് ചിന്തിക്കുകയാണ്, ഞാൻ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾ എന്നെ ഇന്ന് ഇവിടെ എത്തിച്ചിട്ടുണ്ട്, ഇതിൽ ഞാൻ ചെയ്ത നല്ലത് എന്താണ്, ഞാൻ ചെയ്ത തെറ്റുകൾ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ മനസ്സിലാക്കി വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാൻ തുടങ്ങുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരാനാണ് പോകുന്നത്. 2 of Pentacles, 2 of Wands ഉണ്ട് ഇവിടെ. തീരുമാനമെടുക്കുന്ന സമയമാണ്, ഡിസിഷൻ എടുക്കുന്ന സമയമാണ്, നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ള ചിന്തിക്കുന്ന സമയമാണ്. ഓക്കെ, ഇനി എൻ്റെ ലൈഫിനെ ഞാൻ എന്ത് ചെയ്യണം, ഇത്രയും കാലം ഞാൻ ചെയ്തതൊക്കെ ഓക്കെ, അതൊരു ഭാഗത്ത്, അത് ഒരു വശത്ത് അവിടെ ഉണ്ട്. പക്ഷെ ഞാൻ ഇനി മുന്നോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, എൻ്റെ ലൈഫിൽ ബെറ്റർ ആവാൻ, എൻ്റെ ലൈഫിൽ നല്ല കാര്യങ്ങൾ എനിക്ക് കിട്ടാൻ, മാറ്റിയെടുക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ശ്രമിക്കുന്ന പോലെയാണ്. ഫ്യൂച്ചർ പ്ലാനിങ് ആണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോട്, ബട്ട് ഇനി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നതായിട്ടാണ്. ഓക്കെ, നിങ്ങളെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ കഴിവുകളെ ഡെവലപ്പ് ചെയ്യാൻ, നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവാം, അതിനെ ഫോളോ ചെയ്യാൻ, പാഷൻ ഫോളോ ചെയ്യാൻ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹങ്ങൾ ഉണ്ടാവും, അതിനു വേണ്ടി ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതും അതിനുവേണ്ടി പ്ലാനിങ്ങുമാണ് എനിക്ക് കാണുന്നത് ഇവിടെ. ഓക്കെ, ഒരു ഡിസിഷൻ എടുക്കുന്ന സമയമാണ്. ഓക്കെ, ആദ്യം എനിക്ക് എന്താ വേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരു സമയമാണ് ഇവിടെ. അഗെയിൻ ഹയറോഫന്റ് ഉണ്ട് ഇവിടെ. ഹയറോഫന്റ് പറയുമ്പോൾ നിങ്ങൾ ഇതുവരെ ട്രഡീഷൻസ് ഫോളോ ചെയ്ത വ്യക്തിയായിരിക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇങ്ങനെ ചെയ്താലേ ശരിയാവുള്ളൂ, സൊസൈറ്റിയിൽ എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നു, അങ്ങനത്തെ നിങ്ങൾക്ക് തോന്നും അതാണ് കറക്റ്റ്, അതാണ് ശരി എന്ന് നിങ്ങൾക്ക് തോന്നിക്കാണാം. ഓക്കെ, നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത വ്യക്തിയായിരിക്കാം. ബട്ട് ഇപ്പം നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ മാറ്റുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ അതായത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ നമ്മളൊരു എല്ലാവരും ചെയ്യുന്ന പോലെ, സൊസൈറ്റി എന്ന് പറയുന്നില്ല, എല്ലാവരും ചെയ്യുന്ന അതേപോലെ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ ഓക്കെ ചിലപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടായിരിക്കാം വളർന്നത്. സോ മേ ബി അതേ കാര്യങ്ങൾ പോലെ തന്നെ നിങ്ങൾ ചെയ്യണം എന്ന് നിങ്ങൾ കരുതി കാണാം. ഓക്കെ, എവിടെ ഓക്കെ മേഴ്സി, കൺഫോമിറ്റി, ഫോർഗിവ്നെസ്, സോഷ്യൽ അപ്രൂവൽ, അതായത് ഞാൻ പറഞ്ഞ ബോണ്ടഡ്, ഇൻസ്പിറേഷൻ, സ്പിരിച്വൽ വിസ്ഡം, റിലീജിയസ് ബിലീഫ്സ്. നിങ്ങൾ കുറെ കൂടി സ്പിരിച്വലായിട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. ഓക്കെ, നിങ്ങൾ സ്പിരിച്വൽ അവയർനെസ് വരുന്ന സമയമാണ്. നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നുണ്ട് എൻ്റെ സോളിന് എന്താണ് നല്ലത്. ഓക്കെ, നമുക്ക് എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ജീവിതം ഇങ്ങനെ ജീവിച്ച് പോയിട്ട് നമ്മൾ വിചാരിക്കും അതിൻ്റെ അവസാനം എന്താണ് ഇതിൻ്റെ ഒരു അവസാനം അല്ലേ? അങ്ങനെ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ശരിക്കും നിങ്ങളെ തന്നെ നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും. നമ്മൾ എല്ലാവരും ഒരു മോക്ഷം എന്നും ഞാൻ ഇപ്പോൾ അങ്ങനെതായിട്ട് പറയുന്നില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ വളരെ പ്യുവറായിട്ട് ജീവിക്കുക, എനിക്ക് എന്താണോ വേണ്ടത് ആ രീതിയിൽ ജീവിക്കുക, എനിക്ക് എന്താണോ ശരി എന്ന് തോന്നുന്നത് അത് കറക്റ്റായിട്ട് ചെയ്യാം. ഓക്കെ, മറ്റുള്ളവരെ പേടിക്കാതെ എല്ലാവരും ചെയ്യുന്ന അതേപോലെ തന്നെ ഞാൻ ചെയ്യണം നിർബന്ധമില്ല എന്ന രീതിക്ക്. അത് മാത്രമല്ല നിങ്ങൾ സ്പിരിച്വലായിട്ട് ചിലപ്പോൾ നോളജ് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. എന്താണ് ഈ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എൻ്റെ ഈ ലൈഫിൻ്റെ പർപ്പസ് എന്താണ് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നുണ്ടാവാം. മേ ബി നിങ്ങൾ ആരുടെങ്കിലും ഗൈഡൻസ് എടുക്കുന്നുണ്ടാവാം. ഹൈറോഫന്റ് നമ്മൾ അങ്ങനെയും പറയും. മേ ബി നിങ്ങൾ ഏതെങ്കിലും സ്പിരിച്വൽ ക്ലാസ്സസിൽ ജോയിൻ ചെയ്യുക, ആരുടെങ്കിലും സ്പിരിച്വൽ ഗുരൂസിനെ ആരെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യുക, അവർ പറയുന്നത് കേൾക്കുക, അവരുടെ വചനങ്ങൾ കേൾക്കുക, വാക്കുകൾ കേൾക്കുക. ഓക്കെ, നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റിയെടുക്കാൻ. ഓക്കെ, മേ ബി ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. എന്തായാലും ഇതൊരു ശരിക്കും ഒരു നിങ്ങളുടെ സോൾ ഗ്രോത്ത് ആണ് ഇവിടെ പറയുന്നത്. അല്ലാതെ നമ്മൾ ജസ്റ്റ് ജീവിതം മാറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് കുറേ പൈസ ഏൺ ചെയ്യണം, അതൊന്നും ശാശ്വതമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് കൂടിയായിരിക്കാം. ഓക്കെ, പണം അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ മുമ്പിൽ കാണിക്കുന്ന ഇതൊന്നും അല്ല ശാശ്വതമായ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുന്നതായിരിക്കാം. ഓക്കെ, അപ്പം അങ്ങനെ അതിനനുസരിച്ച് മേ ബി നിങ്ങളുടെ ലൈഫിനെ കുറെ കൂടി നമ്മൾ ശരിക്കും എന്താണ് ഈ ഒരു ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന രീതിക്ക് ചിന്തിച്ചു തുടങ്ങി മാറ്റി തുടങ്ങുന്ന ഒരു സമയമായിരിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ കിങ് ഓഫ് കപ്സ് കാണുന്നുണ്ട്. കിങ് ഓഫ് കപ്സ് ആക്ച്വലി നിങ്ങൾ വളരെ കൈൻഡ് ആയിട്ടുള്ള പേഴ്സൺ തന്നെയാണ്. ഓക്കെ, നിങ്ങൾ വളരെ എല്ലാവരെയും കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ആരും മേ ബി ഓക്കെ മേ ബി ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതായിട്ടും ആയിരിക്കും. ഐ തിങ്ക് കിങ് ഓഫ് കപ്സ് ഇവിടെ വന്നിരുന്നു. കിങ് ഓഫ് കപ്സ് ഗൈഡൻസ് ഇന്നലെ ഞാൻ ഉണ്ടായിരുന്നു. ഐ തിങ്ക് നിങ്ങൾ കുറേയൊക്കെ നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ വളരെയധികം ഇതുവരെ ഒരു ഗിവിങ് പേഴ്സൺ ആയിരുന്നെങ്കിൽ മേ ബി നിങ്ങൾ അവനവൻ്റെ ആ ഒരു നേച്ചറിനെ നിങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങളിനി ഒരുപാട് ഓവർ എക്സ്പ്രസീവ് ആവില്ല. നിങ്ങൾ അവനവനെ കൺട്രോൾ ചെയ്ത് വെച്ച് ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക. അതായത് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സങ്കടപ്പെട്ടെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേഗം അവരെ സഹായിക്കാൻ ഓടുമായിരിക്കും. ഓക്കെ, നിങ്ങളെ തന്നെ മാറ്റിവെച്ച് നിങ്ങളുടെ എല്ലാ സൗകര്യങ്ങളും മാറ്റിവെച്ച് നിങ്ങൾ വേറെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന വ്യക്തികളായിരിക്കാം. ഐ തിങ്ക് ഇപ്പം നിങ്ങൾ കുറച്ചൊക്കെ ഇനി
എനിക്കും കൂടി കിട്ടണം എന്ന രീതിക്ക് ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ടാവും. അതൊന്ന് സെൽഫിഷ് ആയിട്ടല്ല ഒരിക്കലും, ഓക്കെ, അത് സെൽഫിഷ് ആയിട്ടല്ല. പക്ഷെ ഞാൻ അങ്ങോട്ട് ചെയ്യുന്നതിന് തിരിച്ചെന്തെങ്കിലും കിട്ടുന്നുണ്ടോ, അതിൻ്റെ ഒരു വാല്യൂ എങ്കിലും ഉണ്ടോ എന്ന രീതിക്ക് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. ഓക്കെ, അങ്ങനെ ഒരു മാറ്റം ഐ തിങ്ക് നിങ്ങൾ വരുത്തിയെടുക്കാൻ മേ ബി തുടങ്ങുന്നുണ്ടാവും, അല്ലെങ്കിൽ ആവണം എന്ന രീതിക്കായിരിക്കാം യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഇവിടെ പേജ് ഓഫ് മോൻസും ഉണ്ട്. ഇവിടെ എന്തോ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ഇനിയും പുതിയ മുന്നോട്ട് ഇതിപ്പോൾ നേരത്തെ പറഞ്ഞു 2 of Wands നിങ്ങൾ ആലോചിക്കുന്ന കാര്യം പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അത് മേ ബി നിങ്ങൾ പുതിയതായിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ ശ്രമിക്കുന്നുണ്ടാവാം, നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടാവാം, അതിനെ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. ഇവിടെ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വരുന്നതായിട്ട് പറയാം. മേ ബി നിങ്ങൾക്കൊരു ലൈക്ക് ഒരു ജോലിയുടെ ഓഫറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കാം. നിങ്ങൾക്ക് വളരെ എക്സൈറ്റ്മെന്റ് തോന്നും. ഓക്കെ, ലൈഫിനെ തന്നെ ഒന്ന് മാറ്റിയെടുക്കുന്ന ഒരു എക്സൈറ്റ്മെന്റ് ആണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ടൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം, ലൈഫിനെ തന്നെ മാറ്റാൻ ശ്രമിക്കുന്നതായിരിക്കാം. നിങ്ങളുടെ ഉള്ളിൽ ഐഡിയാസ് ഉണ്ടാവും, അപ്പം അതിനെ ഇനി ഞാൻ ഡെവലപ്പ് ചെയ്യട്ടെ എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഡിസ്കവറി, ലിമിറ്റ്ലെസ് പൊട്ടൻഷ്യൽ. യെസ്, നിങ്ങൾ ഐ തിങ്ക് ഒരു ഫ്രീ സ്പിരിറ്റ് ആയിട്ടാണ് മാറുന്നത്. എന്ന് വെച്ചാൽ ഇതുവരെ നിങ്ങൾ മറ്റുള്ളവർ പറഞ്ഞ പോലെ, മറ്റുള്ളവർ ചെയ്യുന്ന പോലെ, എനിക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്ന രീതിയിൽ അങ്ങനെയൊക്കെ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ജീവിച്ച വ്യക്തിയാണെങ്കിൽ ഇനി നിങ്ങൾ മാറാൻ തുടങ്ങണം. നിങ്ങൾ കുറച്ച് അവനവനെ സ്നേഹിക്കുന്ന വ്യക്തിയാവാൻ പോവാണ്. ഓക്കെ, നിങ്ങൾ അവനവൻ്റെ കാര്യങ്ങൾ നോക്കുന്ന വ്യക്തിയാവാം. കുറച്ചൊന്ന് മാറ്റങ്ങൾ നിങ്ങളിൽ വരുന്നുണ്ട്, അത് വേണം, അത് ആക്ച്വലി വേണം. പക്ഷെ ഒരിക്കലും സെൽഫിഷായി പോകരുത്, അത് എൻ്റെ ഒരു ഇതായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഒരിക്കലും നിങ്ങൾ സെൽഫിഷ് ആവരുത്. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് വാല്യൂ കിട്ടാത്ത കാര്യങ്ങളിൽ ഓക്കെ ഒരുപാട് നിങ്ങളുടെ എനർജി കൊടുക്കാതിരിക്കുക, ബൗണ്ടറി വെക്കാൻ പഠിക്കുക നിങ്ങൾ. ഓക്കെ, ഒരു ബൗണ്ടറി എവിടെ വെക്കണം എന്നുള്ളത് പഠിക്കണം. ഓക്കെ, എന്ന് വെച്ചാൽ ആരെയും നമ്മൾ വെറുക്കാനോ ആരെയും വിട്ടുകളയാനോ അങ്ങനെയൊന്നും അല്ല പറയുന്നത്. ഓക്കെ, ബട്ട് നിങ്ങളുടെ കാര്യം കൂടി നിങ്ങൾ നോക്കണം എന്നുള്ളത് മാത്രം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ലൈക്ക് എക്സൈറ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. യെസ്, ആക്ച്വലി വീണ്ടും അതിനാണ് മുന്നോട്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, നിങ്ങൾ ഇനി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പീസ് വേണം, നിങ്ങൾക്ക് സന്തോഷം വേണം, നിങ്ങൾക്ക് സങ്കടങ്ങൾ ഇനി വയ്യ എന്ന രീതിയിൽ. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷം വേണം, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു യാത്ര പോകുന്ന കാര്യമായിരിക്കാം. ഓക്കെ, ഒരു മാറ്റത്തിൻ്റെ കാര്യം വീണ്ടും പറയും. എവിടെയും തുടങ്ങിയത് മാറ്റമാണ്, ഇതും മാറ്റമാണ്, നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരികയാണ്. ഓക്കെ, നിങ്ങൾക്കിനി മുന്നോട്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് സമാധാനം തരും എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇതുവരെ ഒരു അങ്ങനെ കൂട്ടിലിട്ട പോലെ നിങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്കൊരു ഫ്രീഡം കിട്ടുന്ന പോലെയാണ്, സമാധാനം വരുന്ന പോലെയാണ്. ശരിക്കും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് എന്നെടുത്തോളൂ. ഓക്കെ, മുന്നോട്ട് നിങ്ങൾക്കത് കിട്ടാൻ തുടങ്ങും. ബിക്കോസ് ഐ തിങ്ക് വേറൊന്നുമല്ല, നിങ്ങൾ പറയില്ലേ, നമ്മൾ പറഞ്ഞില്ലേ ദാറ്റ് നിങ്ങൾ ആ ഒരു അവനവനെ പെടുത്തി നിർത്തിയ ഒരു എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാം, അതിൽ നിന്ന് നിങ്ങൾ ഫ്രീ ആവുകയാണ്. ഓക്കെ, അതിൽ നിന്നൊരു ഫ്രീഡമാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ സ്വന്തം കാര്യങ്ങൾ കുറച്ച് നോക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളുടെ ഒരു സമാധാനം, നിങ്ങളുടെ ഒരു പീസാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈവൻ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികളായാലും ഓക്കെ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ കൂടെ ഉള്ളവരായാലും നിങ്ങൾ അവരോടും ഒക്കെ സമാധാനപരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നേ ഉള്ളൂ. അല്ലാതെ ആരെയും ജയിക്കണം അങ്ങനെയൊന്നുമല്ല. ഓക്കെ, സമാധാനപരമായിട്ട് നമ്മളെല്ലാവരും മുന്നോട്ട് പോവുക എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ അവിടെ നിങ്ങളൊരു ബൗണ്ടറി വെക്കാൻ പഠിക്കുമെന്ന് മാത്രമല്ല, ഐ തിങ്ക് നിങ്ങളുടെ ഈ പാസ്റ്റിലെ ചില വിഷമങ്ങളെ നിങ്ങൾ വിട്ട് കളയുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. വിഷമങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ അതിൽ നിന്നൊക്കെ വിട്ട് കളഞ്ഞ് മുന്നോട്ട് പോവാണ്. ഓക്കെ, റിലീസിങ് ബാഗേജ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് നല്ലതല്ലാത്തത് എന്താണോ അത് വിട്ട് കളയാണ്. ആക്ച്വലി ഇവിടെയും ഈ കാർഡിൽ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് 2 wands ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ 2 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് നിങ്ങൾ പുറകിൽ ഉപേക്ഷിച്ച് നിങ്ങൾ മുന്നിൽ ഒരു വടിയും കൊണ്ട് മുന്നോട്ട് പോയിട്ട് നിങ്ങളുടെ ലൈഫ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ്. ഓക്കെ, ഇതെല്ലാം ഇങ്ങനെ നമ്മൾ പിക്ചർ റെപ്രസെൻറ്റേഷനൊക്കെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടാരോയിൽ. ഓക്കെ, സോ ഇവിടെ കാണിക്കുന്നത് യെസ് യൂണിവേഴ്സ് ആൻഡ് നിങ്ങളെ അപ്രൂവ് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സ് ആക്ച്വലി വളരെ യൂണിവേഴ്സായിട്ട് നിങ്ങളെ പുഷ് ചെയ്ത് ഈ ഒരു തീരുമാനം എടുപ്പിക്കുന്നതാണ്. ഈ ഒരു തീരുമാനം യൂണിവേഴ്സായിട്ട് കൊണ്ടുവരികയാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങൂ എന്ന രീതിക്ക് പറയാണ്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ലൈഫ് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലൈഫ് മുന്നോട്ട് പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുമെന്നുണ്ട്. ആൻഡ് ഇവിടെ ജഡ്ജ്മെന്റ് ഞാൻ അഗൈൻ പറഞ്ഞു, നിങ്ങൾ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. പാസ്റ്റിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തത്, അതിൽ തെറ്റെന്തായിരുന്നു, ശരിയെന്തായിരുന്നു, ഇനി എനിക്ക് വേണ്ടത് എന്താണ് എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങി നിങ്ങൾ മുന്നോട്ടൊരു ആക്ഷൻ എടുക്കുന്നതാണ് എനിക്ക് കാണുന്നത്. ഇത് ആക്ഷൻസിന്റെ കാര്യമാണ്. സോ യെസ്, നിങ്ങൾ യു ആർ ഗോയിങ് ഫോർവേഡ്, യു ആർ മൂവിങ് ഫോർവേഡ്. ആൻഡ് അങ്ങനെ നിങ്ങൾ പോകുന്നതിൽ നിങ്ങൾ പലതും പിന്നിൽ ഉപേക്ഷിക്കേണ്ടി വരും. ബട്ട് വിഷമിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടുന്നൊന്നുമില്ല നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ പല ഓപ്ഷൻസ് ഓപ്പൺ ആയിട്ട് വരും എന്നാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ ലൈഫ് എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം യൂണിവേഴ്സ് തരുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, സോ യൂണിവേഴ്സ് നിങ്ങളെക്കുറിച്ച് ആക്ച്വലി നിങ്ങളിപ്പോൾ ആ ഒരു സ്റ്റേറ്റിലെത്തി നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇനി ഈ തീരുമാനം ഐ തിങ്ക് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ എന്താണ് പിന്നിൽ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകണോ വേണ്ടേ, അതോ വീണ്ടും അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കണോ എന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ കയ്യിൽ വിട്ട് തരുന്നുണ്ട് യൂണിവേഴ്സ്. ഓക്കെ, സോ എന്തായാലും ബ്രേക്ക് ത്രൂ ആയിരുന്നു ഇവിടെ ലാസ്റ്റ്. യെസ്, ആ ഒരു തീരുമാനം നിങ്ങളുടെ ഭാഗത്തുനിന്ന്
യൂണിവേഴ്സ് നിങ്ങളോട് എടുക്കാൻ പറയുന്നുണ്ട്. ആ ഒരു മാറ്റം ആക്ച്വലി ആ ഒരു പുഷ് യൂണിവേഴ്സായിട്ട് തന്നെ ചെയ്യുന്നതാണ്. ഈ ജഡ്ജ്മെന്റ് കാർഡ് ഉണ്ടല്ലോ, എപ്പോഴും അത് യൂണിവേഴ്സിന്റെ ഒരു പുഷാണ്. നിങ്ങളോട് പറയുകയാണ് മതി, ഇനി ഇങ്ങനെ സ്റ്റക്കായിട്ട് നിന്നത് മതി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ, നിങ്ങൾക്ക് സമാധാനം, സന്തോഷം എല്ലാം യൂണിവേഴ്സ് തരാൻ തയ്യാറാണ്. ഓക്കെ, ബട്ട് നിങ്ങൾ ആ ഒരു ചോയ്സ് എടുക്കാൻ ഐ തിങ്ക് നിങ്ങളുടെ കയ്യിലാണ് വിട്ടു തന്നിരിക്കുന്നത്. ബട്ട് ഐ തിങ്ക് യൂണിവേഴ്സ് നിങ്ങളെ പുഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മുന്നോട്ട് പോകുമെന്നുള്ളത്. ഓക്കെ, കുറച്ച് സ്പിരിച്വൽ മെസ്സേജസ് ആണ് അല്ലേ. ഫൈറ്റിംഗ്, എന്തിനാ ഫൈറ്റിംഗ് ഇവിടെ വന്നിരിക്കുന്ന? എക്സിസ്റ്റൻസ്, ഓക്കെ, നിലനിൽപ്പ് അല്ലേ. പ്രൊജക്ഷൻസ്, റിസെപ്റ്റിവിറ്റി, ദ മാസ്റ്റർ, ദ റിബൽ, one more card and consciousness. Okay, and the fool, new beginning. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ബിഗിനിങ് വരാനുള്ള സമയമാണ്. ഓക്കെ, ബട്ട് ആ ന്യൂ ബിഗിനിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലത് പിന്നിൽ ഉപേക്ഷിക്കേണ്ടി വരും. ഓക്കെ, നിങ്ങൾക്ക് ഇതുവരെ നല്ലതല്ലാത്ത നിങ്ങളുടെ ലൈഫിൽ എന്തായിരുന്നു അത് വിട്ട് കളഞ്ഞ് നിങ്ങളോട് മുന്നോട്ട് പോകാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഫൈറ്റിങ്ങും ഉണ്ട്, ആക്ച്വലി റിബലും ഉണ്ട്. ഇത് രണ്ടും കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു മാറ്റം, നിങ്ങളുടെ ചേഞ്ചസ് ആണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് കാണാം, മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത് കാണാം, മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ, എല്ലാവരും ചെയ്യുന്ന പോലെ അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്യാനൊക്കെ നിങ്ങൾ ശ്രമിച്ച് കാണാം. ബട്ട് ഇവിടെ റിബലാണ് വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ അതിനെ എതിർത്ത് നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു മാറ്റത്തിന്റെ സമയമാണ്. ഓക്കെ, നിങ്ങൾ തന്നെ അവനവന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ സമാധാനം, അതിനുവേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നിന്ന് ആരോടെങ്കിലും തർക്കിച്ച് ജയിക്കുന്ന കാര്യമല്ല പറയുന്നത്. സൈലൻസ്, ഓക്കെ, സൈലൻസ് ഓൾസോ മാറ്റേഴ്സ്. ഓക്കെ, നിങ്ങളുടെ സൈലൻസ്, നിങ്ങൾ ഒന്നും ആരോടും നിങ്ങളെ തന്നെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. റിബൽ ആവുക എന്ന് പറഞ്ഞാൽ റിബലിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും ആരെയും എതിർത്ത് നിന്ന് കൊടി പിടിച്ച് നിൽക്കേണ്ട യാതൊരു കാര്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് നല്ലത് എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ അവിടെ നിങ്ങൾ ആരോടും ഒന്നും പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ സൈലൻസ് വിൽ സ്പീക്ക് എന്നാണ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് സൈലൻ്റ് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ട് പോവുക. മറ്റുള്ളവരെ ആരെയും ഒഴിവാക്കാനോ ഇതാക്കാനോ മാറ്റി നിർത്താനോ ഒന്നുമല്ല. ഓക്കെ, പക്ഷെ അവിടെ നിങ്ങളുടെ എനർജി എത്രത്തോളം മറ്റു കാര്യങ്ങളിലേക്ക് കൊടുക്കണം, നിങ്ങളിലേക്ക് എത്ര കൊടുക്കണം എന്നുള്ള തീരുമാനമാണ് അവിടെ. ഓക്കെ, ആ ഒരു ചേഞ്ചാണ്, അതാണ് റിബല്യൻ. അല്ലാണ്ട് നമ്മൾ ഫൈറ്റ് ചെയ്ത് നിന്ന് എന്താ പറയുക, യുദ്ധം ചെയ്ത് ജയിക്കലല്ല പറയുന്നത്. വേണ്ടവിടെ ചെയ്യണം. ഓക്കെ, കുറച്ചൊക്കെ പറയേണ്ടവിടെ നമ്മൾ പറയേണ്ടി വരും, ഇല്ല എന്നല്ല. ഓക്കെ, ബട്ട് അവിടെ സൈലൻ്റ് ആയിട്ട് നിങ്ങളുടെ ചേഞ്ചസ് ആണ് നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടത്. നിങ്ങളുടെ മാറ്റം കൊണ്ടാണ് നിങ്ങൾ ആ ഒരു റിബൽ കാണിക്കേണ്ടത്. ഓക്കെ, നിങ്ങളിലാണ് മാറ്റം വരേണ്ടത്. ഓക്കെ, പ്രൊജക്ഷൻസ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ എന്താണ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ നല്ലത് ആഗ്രഹിച്ചാൽ, ഓക്കെ, അതായത് നല്ല തോട്ട്സ് വെച്ചാൽ, പോസിറ്റീവ് തോട്ട്സ് വെച്ചാൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. ആൻഡ് നിങ്ങൾ എന്തിനാണ് ഈ ലോകത്ത് എന്തിനാണ് വന്നിട്ടുള്ളത്, നിങ്ങളുടെ എക്സിസ്റ്റൻസ് എന്താണ്, ഫുൾ യൂണിവേഴ്സിൽ നിങ്ങൾ എന്താണ്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഞാൻ അതാ പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത്, വാട്ട് ഈസ് യുവർ ലൈഫ് പർപ്പസ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ ജന്മം എടുത്തിട്ടുള്ളത്, നമ്മുടെ ഇതുകൊണ്ട് എന്താണ് കാര്യം, ഈ ജന്മം കൊണ്ട് എന്താ കാര്യം എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നതായിട്ടാണ് ഇവിടെ. ആൻഡ് റിസെപ്റ്റിവിറ്റി ഉണ്ട്. മേ ബി നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് ഡൗൺലോഡ്സ് കിട്ടുന്നുണ്ടാവാം, യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവാം, യൂണിവേഴ്സ് നിങ്ങൾക്ക് പലതും കാണിച്ചു തരുന്നുണ്ടാവാം. ഓക്കെ, ആൻഡ് ഇവിടെ കോൺഷ്യസ്നെസ്സും ഉണ്ട്. യെസ്, അപ്പം നിങ്ങളുടെ ആ ഒരു ഇന്നർ വിസ്ഡം നിങ്ങൾക്ക് വർദ്ധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ആവുന്നുണ്ട് കൂടുതൽ. യൂണിവേഴ്സ് നിങ്ങളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് തരും ഓട്ടോമാറ്റിക്കലി. ഓക്കെ, ആൻഡ് ഇവിടെ ദ മാസ്റ്റർ ഉണ്ട്. യൂണിവേഴ്സ് എന്നുള്ള ഒരർത്ഥം നമുക്ക് എടുക്കാം. യൂണിവേഴ്സ് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എപ്പോഴും നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് നിങ്ങൾ ആ ചിന്തിച്ച് തുടങ്ങുന്ന നിമിഷത്തിലുണ്ടല്ലോ, നിങ്ങൾ ഒരു പർപ്പസിലേക്ക് യൂണിവേഴ്സ് എത്തിച്ചേരും നിങ്ങളെ. ഓക്കെ, സോ മേ ബി നിങ്ങൾ ആരെങ്കിലും ഫോളോ ചെയ്യുന്ന കാര്യമായിരിക്കാം. കാരണം ഇവിടെ ഓഷോ ആയതുകൊണ്ട് മേ ബി നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഫോളോ ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറയുന്നു, ഗൈഡൻസ് എടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഗുരുവിനെ ഫോളോ ചെയ്യുന്നത്, ഓക്കെ, എന്തെങ്കിലും സ്പിരിച്വൽ ആയിട്ട് പഠിക്കാൻ ചേരുന്ന അങ്ങനത്തെ കാര്യങ്ങൾ കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. സോ മേ ബി അതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക, വല്ല ക്ലാസ്സസ് ഒക്കെ ജോയിൻ ചെയ്യാം. സ്പിരിച്വൽ ക്ലാസ് ആവാം, അല്ലെങ്കിൽ യോഗ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം, മെഡിറ്റേഷൻ ആവാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ കൂടുതൽ പഠിക്കാനൊക്കെ ചേരാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, എന്തായാലും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ആ ഒരു മാറ്റത്തിന്, ഞാൻ പറഞ്ഞില്ലേ, യൂണിവേഴ്സ് നിങ്ങളെ പുഷ് ചെയ്യുന്നുണ്ട്. ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു പുഷ് നിങ്ങൾക്ക് വരുന്നുണ്ട് ഇവിടെ വളരെയധികം. ഓക്കെ, നല്ലത് എന്താണ്, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ലൈഫിൽ വേണ്ടത് എന്നുള്ള ചിന്തയിലേക്ക് നിങ്ങളെ യൂണിവേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ആൻഡ് അത് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട് ഇവിടെ. ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും അതിന്
ഇത് നിങ്ങൾ ഓൾറെഡി ഈ സ്റ്റേജ് എത്തിയിട്ടില്ലെങ്കിൽ അവിടെ എത്താൻ വേണ്ടതെല്ലാം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ. നന്ദി, നമസ്കാരം.